നമുക്ക് ഇടുമ്പോൾ ഈ ചില തെറികൾ പറയുമ്പോൾ തെറിയായിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആക്ഷേപസൂചകമായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങൾ അർത്ഥം മനസ്സിലാക്കാതെ ചില ആൾക്കാർ ഉപയോഗിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത്. ഇതിൻ്റെ പേരാണ് മരവാഴ. ഇത് നമ്മുടെ മരത്തിൽ വളരുന്നത് കൊണ്ടാണ് ഇതിനെ മരവാഴ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കി ഉപയോഗിക്കുക. ദിസ് ഇസ് അനദർ മരവാഴ. ഇതും മരവാഴയാണ്. യെസ്, എൻ്റെ കയ്യിൽ മരവാഴ ഒരുപാട് പടങ്ങളുണ്ട്. നിങ്ങൾ ഇനിയെങ്കിലും ഈ മരവാഴ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു കൊള്ളാവുന്ന തെറി ഉപയോഗിക്കുക. കണ്ടോ എന്ത് ബ്യൂട്ടിഫുള്ളാണെന്ന് നോക്കുക. അല്ല, അദ്ദേഹം മാന്യനായതുകൊണ്ട് മാന്യമായ വാക്കുകൾ ഉപയോഗിക്കും. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഉപയോഗിച്ചത്. അതെ, ഇത് സിംഗപ്പൂരിൻ്റെ ദേശീയ പുഷ്പം കൂടിയാണ്. കണ്ടോ മരവാഴ. അപ്പോൾ ഇനി മേലെ ഇതാണ് മരവാഴ. ഇതിനെ കണ്ടിട്ട് യോനി പോലെയൊക്കെ ഉണ്ടെങ്കിലും അതാണ് താങ്കൾ ഉദ്ദേശിച്ചതെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള വിവരം തനിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇൻ റിയാലിറ്റി ദിസ് ഇസ് മരവാഴ. ഓക്കെ, സോ സംശയം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിക്കിപീഡിയ എടുത്ത് നോക്കാം. വേണ്ട, വിക്കിപീഡിയയും പറയണത് ഞാൻ പറഞ്ഞ സാധനം തന്നെയാണ്. വേണ്ട, ഇതാണ് മരവാഴ. ഓർക്കിഡേസിയേ, ഓർക്കിഡ്. അപ്പോൾ ഈ സ്കൂളിൽ പോയിട്ടുണ്ടാവും, പറയാൻ പറ്റത്തില്ല. പക്ഷേ വിവരമില്ല. ഒരു തെറി പറയുമ്പോഴത്തേക്കും പറയാൻ പഠിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാരിങ്ങനെ ഇട്ടിട്ട് ആക്കും. എൻ്റെ ഷർട്ടിലും ഉള്ളത് മരവാഴയല്ല, ഇത് ഹിബിസ്കസ് ആണ്. എന്തോന്ന്? ചെമ്പരത്തി. നീ എന്നെ ചെമ്പരത്തി വെച്ചവൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ചെമ്പരത്തി ചെവിയിൽ ചുരുങ്ങി ആൾക്കാർ ചില നമ്മൾ കുതിരോട്ടം പപ്പുമൊക്കെ നിൽക്കുന്നില്ലേ, അത് കുഴപ്പമില്ല. പക്ഷേ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സിംഗപ്പൂരിൻ്റെ ദേശീയ പുഷ്പത്തിന് എന്നോട് ഉപമിച്ചതിൽ ദുഃഖമുണ്ട്.